ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിഷാസ് ഹോം കുക്കിംഗ്. ഇന്ന് ഞാൻ കാണിക്കുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ കാണിക്കുന്ന ഒരു നല്ലൊരു ചട്നിയുടെ റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയി നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ ഞാനൊരു മിക്സി ജാറിലോട്ട് 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. വറുത്തതോ വറക്കാത്തതായ റവ നമുക്ക് എടുക്കാം. അപ്പോൾ ഞാനിവിടെ വറക്കാത്ത റവയാണ് എടുത്തിരിക്കുന്നത്. 250 ml കപ്പിനാണ് 1 കപ്പ് എടുത്തത്. അപ്പോൾ അതൊന്ന് മിക്സിയിലോട്ട് നമുക്ക് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം. ഒത്തിരി വലിയ തരിയൊന്നും അല്ലാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങോട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഞാനിവിടെ കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു 1/4 കപ്പ് കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം അതിൻ്റെ ഒരു കളറൊന്ന് മാറിക്കിട്ടാൻ വേണ്ടി. അതുപോലെ തന്നെ തൈര് ചേർക്കുന്നുണ്ട് 1/2 കപ്പ്. അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഒത്തിരി വെള്ളം ഒഴിക്കാതെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കതിൻ്റെ കറക്റ്റ് അളവെത്തുന്ന വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ എന്തോരം വെള്ളം വേണമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. കാരണം മിക്സിയിലൊന്നും നമുക്ക് കറക്കത്തക്ക രീതിയിൽ ആവശ്യത്തിന് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് ഇതുപോലെ ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ട് ഏകദേശം നമ്മുടെ മിക്സിയിൽ അടിക്കുന്ന പാകത്തിനായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സിയിലൊന്ന് അടിച്ചുകൊണ്ട് വരാം. ഇപ്പോൾ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒത്തിരി നീട്ടി അടിക്കാൻ പാടില്ല, കുറച്ച് കട്ടിക്ക് വേണം അടിച്ചെടുക്കാനായിട്ട്. അതിനുശേഷം നമുക്കൊരു ബൗളിലോട്ട് ഇതിനെ മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഞാനൊരു ബൗളിലോട്ട് മാറ്റുന്നുണ്ട്. കണ്ടോ, ഇതിൻ്റെ ഈ ഒരു കുറച്ച് കട്ടിയിലാണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത്. ഇനി ഒരു 5 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ സമയത്ത് നമുക്ക് ചട്നിക്കുള്ള തയ്യാറെടുപ്പ് തുടങ്ങാം. ഈ ചട്നിയിലത് കൂടുതലായിട്ട് നമ്മൾ ചേർക്കുന്നത് മല്ലിയിലയാണ്. അപ്പോൾ ഞാൻ ഒരു 3-4 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, പച്ചമുളക് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് എരിവിനനുസരിച്ച് എടുക്കാം കേട്ടോ. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയുണ്ട്, 1/2 കപ്പ് ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി നമുക്ക് മിക്സിയിലോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് തേങ്ങയും കൂടി ചേർത്ത് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കേണ്ടത് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. പിന്നെ വേണ്ടത് തൈരാണ്. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് ഒരു പുളിക്ക് ആവശ്യമായിട്ടുള്ള തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് അടിച്ചെടുക്കാം. കണ്ടു, ഇതുപോലെ ഒരു നല്ലൊരു പച്ച കളറിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നി ആയിട്ടാണ് വരുന്നത്. ഇനി വെള്ളം ചേർക്കാം, പക്ഷേ ഞാൻ ഈ ഒരു വെള്ളമേ ചേർക്കുന്നുള്ളൂ. ഇനി കൂടുതൽ നീട്ടുന്നില്ല. ഈ ഒരു അവസ്ഥയിലാണ് നമ്മൾ അടിച്ചെടുത്തിരിക്കുന്നത്. പിന്നെ ഇതുപോലെ തന്നെ ഇപ്പോൾ കഴിക്കുകയും ചെയ്യും. ഇപ്പോൾ കടുക് പൊട്ടിക്കണമെന്നൊന്നും ആവശ്യമില്ല. നമുക്ക് ഇതേ ടേസ്റ്റ് തന്നെ കഴിക്കാം. ഇപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് അതിൻ്റെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ അത് കടുക് പൊട്ടിക്കുകയാണ്. അതർവൈസ് നമുക്ക് അതിനകത്ത് കടുക് താളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ കടുക് താളിക്കാനായിട്ട് നോർമലി കടുക് താളിക്കുന്ന പോലെ ചീനച്ചട്ടി വെച്ചിട്ട് 1 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കടുകും പിന്നെ കറിവേപ്പിലയും ഒരു ഉണക്കമുളക് മുറിച്ചു ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചട്നി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റുള്ള വെറൈറ്റി ആയിട്ടൊരു ചട്നിയാണ്. ഇനി നമുക്കൊരു മിക്സും കൂടി തയ്യാറാക്കി എടുക്കണം. നമ്മുടെ മാവിലോട്ട് ചേർക്കാനും അതുപോലെ പുറത്ത് ഡെക്കറേറ്റ് ചെയ്യാനും ആവശ്യമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ നേരത്തെ ചട്നിക്ക് തടക്കം ചെയ്ത് അതേ ചീനച്ചട്ടിയിലേക്ക് തന്നെ 1 സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഇച്ചിരി കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഞാൻ കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ ഇതിനകത്തോട്ട് ഒരു കറിവേപ്പിലയും ഒരു പച്ചമുളകും കൂടി അരിഞ്ഞതാണ് അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ, വേണമെങ്കിൽ ചെയ്താൽ മതി. പക്ഷേ ഇത് ചേർക്കുമ്പോൾ ഒരു ടേസ്റ്റ് നമുക്ക് കൂടുതൽ കിട്ടും. ഇനി കുറച്ച് കായവും കൂടി ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് ഞാൻ തീ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം ചീനച്ചട്ടിക്ക് നല്ല തീ ഉണ്ടല്ലോ, അതുകൊണ്ട് തീ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കണ്ടോ, കായം ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതിനാണ് നമ്മൾ കായവും കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ശകലം വെള്ളം, ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത്രേ ഉള്ളൂ. ഈ മിക്സ് നമുക്കിവിടെ വെക്കാം. ആവശ്യം ശകലം കൂടി ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഇതിനകത്തോട്ട്. ഇപ്പോൾ തയ്യാറാക്കിയ മിക്സിൻ്റെ പകുതിയും പിന്നെ ഒരു ചെറിയ സവോള കുഞ്ഞായിട്ട് അരിഞ്ഞതും കൂടി ഞാനെടുത്ത് ചേർത്തായിരുന്നു. പക്ഷേ അത് ചേർത്തതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഓണാമെന്ന് വിചാരിച്ചിരുന്ന വീഡിയോ, പക്ഷേ അത് ഓഫായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് മിസ്സായിപ്പോയി.
അപ്പോൾ അത്രയും ചേർത്തിട്ടുണ്ട്. അതിന് ശേഷം ഇനി നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചും കൂടി ഞാൻ ആ മിക്സ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ ഒന്നും കൂടി ഇളക്കിയിട്ടുണ്ട്. കാരണം ആ സവോളയും മിക്സും ഒക്കെ ചേർക്കുമ്പോൾ ഈ മാവിന് നല്ലൊരു ഫ്ലേവറാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ മിക്സ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഈനോയാണ്. അപ്പോൾ ഞാനൊരു പൗച്ച് ഈനോയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ചുടാൻ തുടങ്ങുന്ന ജസ്റ്റ് മുമ്പ് വേണം ഈനോ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈനോ ചേർക്കുമ്പോൾ മാവ് നല്ലപോലെ ഫ്ലഫിയായി വരും. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഒത്തിരി അങ്ങോട്ട് മിക്സ് ചെയ്ത് ഇളക്കി മിക്സ് ആക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് മുകളിൽ കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, ഇപ്പോൾ നമ്മുടെ മാവ് കണ്ടോ നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ഉണ്ടാക്കുന്നതെന്ന് ഇച്ചിരി വ്യത്യസ്തമായ രീതിയിലാണ്. നമ്മളിത് സ്റ്റീം ചെയ്താണ് എടുക്കുന്നത്. പക്ഷേ നമ്മൾ ഒരു വെറൈറ്റി ആയിട്ടാണ് ഇത് സ്റ്റീം ചെയ്യുന്നത്. അത് നമ്മൾ ചരുവത്തിൽ വെള്ളം എടുത്തിട്ട് നമ്മുടെ അപ്പച്ചമ്മിൻ്റെയൊക്കെ തട്ടുണ്ടല്ലോ അതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ പുറത്ത് ഇച്ചിരി ഓയിൽ തടവുന്നുണ്ട്. ഈ ഓയിൽ തടവുമ്പോൾ വേണമെങ്കിൽ താഴവും കൂടി ഒന്ന് തടവാം കേട്ടോ. നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ആയതുകൊണ്ടാണ് മാവിന് കുറച്ചൊന്ന് കട്ടി വേണമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് താഴത്തുകൂടി എങ്ങാനും ഒഴുകി പോകാൻ സാധ്യതയുണ്ടാകും. പക്ഷേ ഇങ്ങനെ ഇത്രയും കട്ടി ഉണ്ടെങ്കിലുണ്ടല്ലോ മാവ് താഴെ കൂടി ഒഴുകത്തൊന്നുമില്ല. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്ന് നോക്കുമ്പോൾ കണ്ടോ ഇത് നല്ലപോലെ പുറമൊക്കെ നല്ലപോലെ തയ്യാറായി വന്നിട്ടുണ്ട്. ഒന്ന് തണുക്കാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിനകത്തുനിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ടൊന്നും ഉപയോഗിക്കാൻ തട്ടില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് പറഞ്ഞു വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ എടുത്താൽ മതി. കണ്ടോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമായിട്ടുള്ള അപ്പം നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ എന്ത് രീതിയിലും പേര് പറയാം കേട്ടോ. ഇപ്പം എന്താണ് നമുക്ക് വിളിക്കേണ്ടതെന്നോ അപ്പമെന്നോ ദോശയെന്നോ എന്ത് വേണമെങ്കിലും നമുക്കിതിനെ വിളിക്കാം. അപ്പോൾ നമ്മുടെ കണ്ടോ അകവും പുറമൊക്കെ ഇതിൻ്റെ ഒരു നല്ലൊരു കുറച്ച് ഫ്ലഫിയാണ്. താഴെ നല്ലൊരു ക്രിസ്പി പോലെയാണ് വരുന്നത്. നന്നായിട്ടുണ്ട്. കാരണം ഇച്ചിരി വെറൈറ്റി ആയിട്ടാണ്. ഇതിൻ്റെ ടേസ്റ്റ് നല്ലൊരു വ്യത്യാസമുണ്ട് കേട്ടോ. സ്റ്റീമായിട്ട് വന്നതുകൊണ്ടും പിന്നെ അങ്ങനെ വരുന്നതുകൊണ്ടും പിന്നെ ഇച്ചിരി വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. ഇനി നമ്മൾ ആ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സിൻ്റെ പുറത്തുകൂടി ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടെ വെക്കുമ്പോഴത്തേക്കും കുറച്ചൊരു വ്യത്യസ്തമായൊരു ടേസ്റ്റാണ് അതിന്. നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കുട്ടികൾക്ക് ടിഫിനിലും ഒക്കെ വേണമെങ്കിലും കൊടുത്തു വിടാൻ പറ്റും. പിന്നെ എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനലും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ് ഞാൻ പുതുതായിട്ടുള്ള വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. നല്ലൊരു വ്യത്യസ്തമായ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.